അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വീട്ടിൽ നടക്കുന്നതൊന്നും ഷെഫി ഉസ്താദ് അറിയുന്നേയില്ല. ഷെഫി ഉസ്താദിന് ആകെപ്പാടെ ടെൻഷനാണ്. അത് മറ്റൊന്നുമല്ല, തൻ്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് സുഖമില്ല. പക്ഷേ തൻ്റെ ഭാര്യ ഉമ്മയെ ശരിക്ക് പരിഗണിക്കുന്നില്ലേ എന്നോർത്ത്. ശരിക്കും പറഞ്ഞാൽ ഷെഫി ഉസ്താദിന് തൻ്റെ ഉമ്മയെ എങ്ങനെയെങ്കിലും എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ എനിക്ക് ഉമ്മയുടെ അടുക്കലെത്തണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, എന്തൊക്കെ തന്നെയാലും ഇവിടെ എത്തിപ്പെട്ടതാവട്ടെ നല്ലൊരു അറബിക് വീട്ടിലും. ഇവിടെ നിന്ന് അങ്ങനെ പോകുക എന്ന് വെച്ചാൽ എന്തൊക്കെ തന്നെയാലും അറബിയുടെ ഭാര്യ എന്നോട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ പഠിച്ചോനെ, എൻ്റെ ഉമ്മാക്ക് നീ പരിപൂർണ ഷിഫ നൽകല്ല, എന്നാൽ തന്നെ എനിക്ക് സമാധാനമായി. എന്നാൽ ഈ സമയം ഉമ്മ സുഖമില്ലാതെ കിടക്കുകയാണ് വീട്ടിൽ. ഉമ്മക്ക് വേണ്ടി അതാ ഷെഫി ഉസ്താദ് ദുആ ചെയ്യുന്നു. പക്ഷേ തൻ്റെ ഭാര്യയുടെ പ്രവൃത്തികളൊന്നും അറിയുന്നേയില്ല. ഉമ്മ കിടക്കുകയാണ് റൂമിൽ. വേണമെങ്കിൽ ഗുളിക കുടിച്ചോട്ടെ, ഭക്ഷണം ഉണ്ടാക്കിയതും പോരാ, ഇത് കുടിപ്പിക്കുകയും ചെയ്യാന്ന് വെച്ചാൽ വല്ലാത്ത തന്നെ. ഇനിയിപ്പോൾ ഫുഡൊന്നും ഉണ്ടാക്കാനാവില്ല എന്ന് കരുതിയിട്ട് നേരെ അവൾ കാമുകനെ വിളിച്ചിരുന്നു. ദേ മന്തി കൊണ്ടുവരാൻ മറക്കല്ലേ കേട്ടോ. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതാ സീനത്തിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു. ഹായ് ഡിയർ, ദാ ഞാനെത്തി, നീ എവിടെ? പിന്നെ ആ തള്ളയെങ്ങാനും കണ്ട പ്രശ്നവും, നീ ഇങ്ങോട്ട് ഇറങ്ങി വാ. ഹേ ഞാനോ? നോക്കട്ടെ. അവൾ പതുക്കിയതാ അവിടെ നിന്ന് എഴുന്നേറ്റു. ഉമ്മ കിടക്കുന്ന ആ റൂമിലേക്ക്. നല്ല ഉറക്കമാണെന്ന് തോന്നുന്നു. ഭാഗ്യം. അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ സുഖമില്ലാതായെങ്കിലല്ലേ നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നടക്കുള്ളൂ. അല്ലാതെ ഇങ്ങനെ ചുറ്റുഭാഗത്തൊക്കെ നടന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഒരു സ്വാതന്ത്ര്യമില്ല. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വേണം, അതുതന്നെയാണ് വേണ്ടത്. ഷെഫി ഉസ്താദിൻ്റെ ആ ഒരു വൈഫിൻ്റെ ദുർബുദ്ധി. കുറച്ച് കഴിഞ്ഞപ്പോഴതാ അവൻ എത്തുന്നു. ബേബി, അവൾ പുറത്തേക്ക് ഇറങ്ങി നിന്നിരുന്നു. എന്തിത്ര ലേറ്റായത്? വാ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. എന്നെ കണ്ടാലേ പിന്നെ എന്നെ തല്ലിക്കൊല്ലാനാണോ? അതെ, നടക്കില്ല. ഇവിടെ അകത്തൊരാളുണ്ടാവുമ്പോൾ സാരല്ല, ഉമ്മ അവിടെ കിടക്കുകയാണ്, അതിന് തീരെ വയ്യാന്നേ. അങ്ങനെ കിടപ്പിലാകുമ്പോൾ ഒരു കണക്കിന് സുഖമാണ്. നമുക്ക് ഇഷ്ടംപോലെ എൻജോയ് ചെയ്യാമല്ലോ. വാ നമുക്ക് ഇവിടെ നിന്ന് തന്നെ രണ്ടുപേർക്കും ഫുഡ് കഴിക്കാം. എന്താ നീ പറയുന്നത്? നീ വാന്നേ. അങ്ങനെ അതാ പതുക്കെ അവളുടെ റൂമിലേക്ക്, ഷെഫി ഉസ്താദിൻ്റെ റൂമിലേക്ക് അവനെ കയറ്റുന്നു. വാ ഭക്ഷണം കഴിക്കുക. അവർ രണ്ടുപേരും ഒരുമിച്ച് തന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. റൂമിൽ നിന്ന് ഉമ്മയുടെ നിരങ്ങലും മൂളലും. മോളെ സീനത്തെ, ഉമ്മ കുറച്ച് വെള്ളം കൊണ്ടടി. ഉമ്മ നിരങ്ങുന്നു. എൻ്റെ റബ്ബേ, എന്തൊരു ശല്യമായി പോയത്. അവൾ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വാതിൽ പുറത്തേക്ക് കുറ്റിയിട്ട് ചെന്നു. എന്താ? കുറച്ച് വെള്ളം. എന്തേ? ഗുളിക കുടിക്കാനാ? ഇനിയിപ്പോൾ ഈ ഗുളികൊന്നും കുടിക്കണം, അവിടെ കിടക്കിങ്ങൾ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ കുറച്ച് കഴിഞ്ഞിട്ട്, അതായിരിക്കും നല്ലത്. എനിക്ക് കുറച്ച് വെള്ളം തന്നാളോ മോളെ, എൻ്റെ തൊണ്ട വരളുന്നു. ആ ഉമ്മ കരയുകയാണ്. എൻ്റെ റബ്ബേ. വേഗം അവൾ വെള്ളം കൊണ്ടുപോയിട്ട് അവർക്ക് കൊടുക്കും. എന്താ കുടിച്ചോളി. പിന്നെ ഇനിയിപ്പോൾ ഗുളിക കുടിക്കാൻ നിൽക്കണ്ട, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ടൊക്കെ അങ്ങനെ ആക്കാം. അഥവാ ഗുളിക കുടിച്ചു കഴിഞ്ഞാൽ ഉമ്മയെങ്ങാനും എണീക്കും എന്നുള്ള ഭയം കൊണ്ടാണ് അവൾ അത് ചെയ്തത്. പാവം ഷെഫി ഉസ്താദ് ഇതൊന്നും അറിയുന്നില്ല. ബേബി എങ്ങനെയുണ്ട് ഫുഡ്? വടിപൊളി, സൂപ്പർ. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് തന്നൂടെ? എനിക്കിപ്പോൾ എന്ത് സുഖം അവിടെ. ഉമ്മ കൂടെ സുഖമില്ലാതായി, പക്ഷെ വീട്ടുജോലിൻ്റെ കാര്യത്തിൽ എനിക്ക് അല്പം മടിയാണ്. അത് മാത്രം ഇനിയുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയല്ലേ. പിന്നെ എൻ്റെ വീട്ടിലാവുമ്പോൾ എൻ്റെ ഉമ്മ ഉപ്പ ആങ്ങളെല്ലാവരും ശ്രദ്ധിക്കും. എൻ്റെ ഫോണ് തന്നെ എത്ര പ്രശ്നം പിടിച്ചിട്ടുണ്ട് നിന്നോട് സംസാരിച്ചിട്ടൊക്കെ. അവർ ഭയങ്കര ഇതുള്ള ആൾക്കാരാണ്. എന്തൊക്കെ തന്നെയാലും എനിക്കിപ്പോൾ ഇവിടെ ചെറിയ വീടാണ്, എല്ലാം ചെറുതാണ്, എല്ലാം കൊണ്ടും കുറവാണ്. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് നല്ല സൗകര്യമാണ്. എന്നെ കൂടുതൽ ചോദിക്കാനും പറയാനും ആളുകളില്ല. പിന്നെ എൻ്റെ ഭർത്താവായ ആ മണ്ടനുണ്ടല്ലോ, അയാൾ ഗൾഫിലൂടെ പോയപ്പോൾ നമുക്ക് സൗകര്യമായി എന്ന് തന്നെ പറയാം. പിന്നെ ആരോടും പറയരുതിട്ടതൊന്നും. ഞാൻ ഇപ്പോൾ ഇങ്ങനെ കൊട്ടിപ്പാടി നടക്കല്ലേ അല്ലേ? നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല. എന്നെപ്പോൾ നിനക്ക് വിശ്വാസമില്ലല്ലേ? അല്ല മോളെ, എനിക്ക് പേടിയാണ്. അതെ, എൻ്റെ വീട്ടുകാരറിഞ്ഞാൽ അതിലേറെ പ്രശ്നമാണ്.
അപ്പോൾ എന്നോട് സ്നേഹമൊന്നുമില്ല. ഇങ്ങനത്തെ ആളെ ഇപ്പോൾ ഞാൻ സ്നേഹിച്ച് നടക്കണേ. ഇല്ലായിട്ടല്ല മോളെ, എൻ്റെ വീട്ടുകാരൊക്കെ അറിഞ്ഞാൽ വലിയ പ്രശ്നമാവും. പിന്നെ ഞാൻ നിന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് നീ വിളിക്കുന്നിടത്തേക്ക് വരുന്നതും നിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ സ്നേഹം ഉണ്ടായതുകൊണ്ട് മാത്രം. പിന്നെ നീ കൂടുതലായിട്ട് ആരോടൊന്നും പറയരുത് കേട്ടോ. ഹസ്ബൻഡ് അങ്ങനെ അറിഞ്ഞു പോരുത് പെണ്ണേ. നിനക്ക് ചിലപ്പോൾ ഒരു ലെവലില്ലാത്ത എന്താ ബേബി ഇങ്ങനെ? ഇങ്ങനത്തെ ഒരു മണ്ണുണ്ണിയാണല്ലോ ഞാൻ സ്നേഹിച്ചത്. പിന്നെ നിൻ്റെ കയ്യിൽ ക്യാഷ് വല്ലതും? ക്യാഷ് കിട്ടിയിട്ടില്ല. അന്ന് കിട്ടിയത് അങ്ങനെയാണോ? ആയിക്കോട്ടെ, എന്നാൽ ഞാൻ തരാവേ. എന്താന്നില്ലേ? അല്ല, നിൻ്റെ കയ്യിലുള്ള ഈ ഐഫോണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചൊരു കാര്യമാണിത്. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിന്നോട് ചോദിക്കുന്നത് ശരിയല്ല. ഇനി അടുത്ത പ്രാവശ്യം നിൻ്റെ ഹസ്ബൻഡ് കൊടുത്തേക്കുമ്പോൾ എനിക്കൊന്ന് തരണേ. എന്താ ബേബി ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കുള്ളതല്ല നിനക്കുള്ളതല്ലേ? അതെ, എന്തൊക്കെ തന്നെ നമുക്കൊരു ട്രിപ്പ് പോകണം. ആരും അറിയാതെ കേട്ടോ. ബൈക്കിലൊക്കെ കയറിയിട്ട് ഒരുപാട് ദിവസമായി. പിന്നെ എൻ്റെ ഹസ്ബൻഡ് കൊണ്ടുപോകണമെങ്കിൽ തന്നെ മൂടി പൊതച്ച് അതെനിക്കിഷ്ടമല്ല. പിന്നെ എന്തപ്പോൾ ചെയ്യുക? അകത്തതുണ്ട്. 2 ദിവസം അമ്മായിയുടെ വീട്ടിലേക്കോ അതിൻ്റെ വീട്ടിലേക്കൊന്ന് പോയിക്കണമെങ്കിൽ നമുക്കിവിടെ നിന്ന് എൻജോയ് ചെയ്യായിരുന്നു. പിന്നെ അതെ, വീട്ടിൽ നിന്ന് വിളിക്കുന്ന റൂമിൽ നിന്ന് മോളെ സീനത്തെ റബ്ബേ വല്ല വേഷം കാണാൻ കലക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർന്നിരുന്നു. അതാ നല്ലത്. അവൾ ചെന്ന് നോക്കടി, നിങ്ങളെ ഉമ്മല്ലേ വിളിക്കണത്. എന്തുമ്മ? എന്തപ്പോൾ ഞാൻ പറയാ? എനിക്കൊന്നും അറിയണില്ല. പോയോക്കട്ടെ. എന്താ മോളെ, എനിക്കൊന്ന് മേലെഴുകണ്ടീനു. ഒന്ന് വെള്ളം ഒന്ന് ചൂടാക്കിയ. ഈ പനിയുള്ള സമയത്തൊക്കെ കുളിക്കാൻ വേണ്ടി നിങ്ങൾ നിൽക്കാനേ എനിക്കിവിടെ ഒഴിവില്ല കേട്ടോ. നിങ്ങൾ വേറെ വേലക്കാരികളെ വെച്ചോളി, അതാ നല്ലത്. എൻ്റെ റബ്ബേ, ഇങ്ങനെയൊക്കെ വെള്ളം ചൂടാക്കണമല്ലോ. പനിച്ചാൽ 2-3 ദിവസമൊക്കെ കുളിക്കാതെ അവിടെ കിടന്നോണ്ടി ഒന്നും വരാനില്ല. ശരീരം വേർക്കണില്ലല്ലോ, ചൂടായി നിൽക്കല്ലേ മോളെ. എനിക്കൊരു പൊറുതിയേട് നിസ്കരിക്കായിട്ടൊക്കെ. എനിക്ക് എൻ്റെ നിസ്കാരമൊക്കെ എന്തപ്പോൾ സുഖമില്ലാത്തപ്പോൾ നിസ്കരിക്കണമെന്ന് പാര പറഞ്ഞത്? ഇല്ലടി, നിസ്കാരത്തിന് വിട്ടുവീഴ്ചയില്ല. നിൽക്കാൻ കഴിയണോല് നിൽക്കുക, ഇരിക്കാൻ കഴിയണോല് ഇരിക്കുക, കഴിയാത്തോല് കിടക്കുക, അങ്ങനെയൊക്കെയാണല്ലോ മോളെ. എനിക്ക് ഇരുന്നെങ്കിലും നിസ്കരിക്കാൻ കുറച്ച് ചുടുവെള്ളം ഒന്ന് വെച്ചോണ്ടോ മോളെ, ഒന്ന് ഒന്നും ചെയ്യാനെങ്കിലും. എൻ്റെ റബ്ബേ, വല്ലാത്തൊരു ശല്യമായി. ഞാൻ വെച്ച് തരാം, അവിടെ കിടക്കി. ഒരു 10 മിനിറ്റ് കഴിയട്ടെ കേട്ടോ, ഞാൻ അപ്പം ഉണ്ടാക്കിത്തരാം. വാതിൽ പുറത്തേക്ക് പൂട്ടട്ടെ? മോളെ വേണ്ടടി, എനിക്ക് പേടിയാണ്. എന്താ പേടിക്കണത്? അകത്ത് അവനും ഉണ്ട്. നേരെ അതാ അവൻ ചെന്നു. എന്തിനാ വിളിച്ചത്? ചുടുവെള്ളമാണല്ലോ തള്ളക്ക് കുളിക്കാനേ. വേറെ എന്തെങ്കിലും മരുന്നെല്ലാം കൊടുത്തിക്കണേ കഴിഞ്ഞിട്ടിന്. പുതിന മറ്റേ ആൾ വരൂലേ? എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടം തന്നെയല്ല. പെട്ടെന്ന് ഷെഫി ഉസ്താദിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു. എൻ്റെ റബ്ബേ, അവൾ ഫോൺ എടുക്കണ്ട. വീണ്ടും അടിച്ചു. ഉമ്മയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഉസ്താദിന് സമാധാനമില്ല, അടിച്ചുകൊണ്ടേ ഹലോ, എന്താണ്? എന്താ വിളിക്കണത്? എന്താണ് എനിക്കൊരു പരുങ്ങൽ? പരുങ്ങലോ? എനിക്കോ? അതെ, നിങ്ങൾ ഓരോന്ന് ആവശ്യം പറയാൻ നിൽക്കരുത് കേട്ടോ. നിങ്ങളമ്മക്ക് സുഖമില്ല വിചാരിച്ചിട്ട് എൻ്റെ തിരക്കങ്ങൾ എടുക്കണത് അല്ല മോളെ. ഞാൻ ചോദിച്ചത് നിനക്കെന്തൊരു വർത്താനം പറയാൻ ഒരു പേടിയെന്ന്. ഒരു പേടിയില്ല. ഉമ്മാക്ക് അങ്ങനെ ഉണ്ട്. അമ്മക്ക് ഇപ്പോൾ സുഖമുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല. ഒരു ഗുളിക കൊടുത്തപ്പോൾ തന്നെ ഉമ്മ നെയ്ച്ചിരുന്നേക്കണ്. എന്താ പിന്നെ ഉമ്മാൻ്റെ ഫോണിക്ക് എന്തൊരു കംപ്ലൈൻറ്റ് ഉണ്ട്, നോക്കട്ടെ ഞാൻ ഒന്നും കൂടി കേട്ടോ. എന്നാൽ പിന്നെ വിളിക്കട്ടോ. ഞാനേ ഉമ്മാനെ കുറച്ച് ചുടുവെള്ളം വെച്ചുകൊണ്ട് കുളിപ്പിക്കട്ടെ. പിന്നെ ഉമ്മാക്ക് പിന്നെ മെഡിസിനൊക്കെ കൊടുത്തുകൊണ്ട് ഒന്നും കൂടി ഉഷാറാക്കട്ടെ, കുറച്ച് ഭക്ഷണമൊക്കെ കൊടുക്കട്ടെ. ഒരു നിമിഷം ഷെഫി ഉസ്താദ് പടച്ച റബ്ബിനോട് പറഞ്ഞു, അൽഹംദുലില്ലാ പഠിച്ചോനെ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതെന്ന് തോന്നുന്നു. ഓൾക്ക് എൻ്റെ ഉമ്മാനോട് നല്ല സ്നേഹമുണ്ട്. അങ്ങനെ അതാ വീണ്ടും അവനും അവളും കൂടെ റൂമിനകത്ത് സംസാരിച്ചു കൊണ്ടൊക്കെ ഇരിക്കുന്നു. പിന്നെ നീ ഇപ്പോൾ തൽക്കാലം പോയിക്കോ, ഇനി പിന്നെ വാ. അതായത് ഇനിയും കോള് വരും. പിന്നെ അതുമല്ല, ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ സമയത്തേ നീ പോയിക്കോ. കുറച്ചുകൂടി നിന്നോട് സംസാരിച്ചിരിക്കാൻ എനിക്ക് കൊതിയായിട്ടാടേ. അവർക്ക് ഉമ്മാക്ക് എന്തേ ഉള്ള വെച്ചാൽ എന്താ വെച്ചാൽ കൊടുക്ക്. ഉമ്മാക്ക് എന്തൊക്കെ ചുടുവെള്ളമോ എന്താ വെച്ചാൽ ഉണ്ടാക്കി കൊടുക്ക്. അത് ചുടുവെള്ളം ഉണ്ടാക്കി ബാത്റൂമിൽ കൊണ്ടുപോയി വെച്ച് കുളിപ്പിക്കേണ്ടി വരും. അതിനും വേണ്ടിയിട്ട് വിളിക്കുകയാണ്, വേറെ ഒന്നിനും അല്ല. ആ പെണ്ണെ, അതിനെന്താ, ആയിക്കോട്ടെ.
അത് നല്ലതല്ലേ, ചെല്ലേ. ഓ, എല്ലാവർക്കും ഈ വയസ്സന്മാരെ നോക്കിയതിന് വലിയൊരു ഇതാണല്ലോ. നീ ചെല്ല് പെണ്ണെ, നമുക്ക് കുറച്ച് സമയം കൂടി ഇവിടെ ഇരിക്കണമെന്നുണ്ട്. നീ ആ ഒരു പണി കഴിച്ച് വാ. അതെ, തൽക്കാലം നിങ്ങളിപ്പോൾ പോയിക്കോളിയേ, ഇനി പിന്നെ വാ. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ നിന്നോളാം, ഈ ചെല്ല്. അങ്ങനെ അത് ഉമ്മാക്ക് ചുടുവെള്ളം വെക്കുവാൻ വേണ്ടിയിട്ട് അവൾ കിച്ചണിലേക്ക് ചെല്ലുന്നു. എന്നാണെങ്കിൽ പണിയോട് പണി, അല്ലെങ്കിൽ ഫ്രീ ആയി അവിടെ എങ്ങനെ കിടക്കായിരിക്കും. അപ്പോൾ തള്ള കാവലുണ്ടാവും സിറ്റ് ഔട്ടിൽ. ഇപ്പോൾ റൂമിൽ ഏതായാലും മൂലക്കിലായപ്പോൾ ഒരു സമാധാനമുണ്ട്. ഉമ്മ എന്നാ കുളിക്കല്ലേ മോളെ, ഓതും ഉണ്ടാക്കാറുണ്ട്, വെള്ളമെങ്കിലും മതി. എന്നാൽ ഓതും എടുത്തോളി. അങ്ങനെ അത് വെള്ളം അവിടെ കൊണ്ടുവന്ന് വെച്ചു. ഉമ്മ പതുക്കെ പതുക്കെ വെച്ച് അതാ ബാത്റൂമിനടുത്തേക്ക് ചെല്ലുന്നു. ഉമ്മ എങ്ങനെയൊക്കെയോ ആ ഒരു തണുപ്പുള്ള ശരീരത്തിലേക്ക് ചൂടുള്ള വെള്ളം കൊണ്ട് ഉളൂഹ് ചെയ്തു. മോളെ, ഓ ഭയങ്കര തണുപ്പ് മോളെ. എന്തെങ്കിലും ഹോസ്പിറ്റലിൽ വേണോ? നീ നാളെ പോവാം, നീ ഇപ്പോൾ നേരമില്ലല്ലോ മോളെ. ഒരു ഗുളികെങ്കിലും തന്നാളേ, നേരത്തെ തന്നാ ഗുളിക എവിടെ? അതാണ് അടിച്ചൊരു കൂട്ടത്തിൽ പോയിക്കണ്. അഥവാ ഉമ്മാക്ക് പനിയെങ്ങാനും മാറിയാൽ ഉമ്മ എണീറ്റ് വരും എന്നുള്ള ഭയത്താലാണ് അവളത് കൊടുക്കാതെ ഇരിക്കുന്നത്. മോളെ വല്ലാണ്ട് വിറക്കണടി, ഉമ്മാൻ്റെ കുട്ടി ഒന്ന് തന്നാളി എന്തെങ്കിലുമൊക്കെ. എനിക്ക് തീരെ വയ്യ മോളെ. റബ്ബേ വല്ലാത്തൊരു. നിങ്ങൾ പോയി നിസ്കരിച്ചോളി പോയിക്കാണ്ട്. അപ്പോത്തിനൊക്കെ ഞാൻ ഗുളിക ഒന്ന് കൊണ്ടുറപ്പിച്ച് തരട്ടെ. ആരോടെയും പറയേണ്ടി വരും. ഇവിടെ ഇല്ലല്ലോ, ഇവിടുത്തെ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞാന്ന് തോന്നുന്നു. എടി എന്നഞ്ച് കുറച്ച് എനിക്ക് ചെറുനാരങ്ങ നീരും കുറച്ച് തേനും തന്നാളാ. എന്നാ പനി നിങ്ങളിങ്ങനെ ചുട്ടുവയസ്സും ചെയ്ത് നടന്നോളി നാടൻ മരുന്നായിട്ട്. അതെ, നാളെ ആശുപത്രിയിൽ പോവാം. എന്നാൽ അവിടെ കിടക്കും ഒന്നും കൂടി നല്ലോണം പോയച്ചും കൂടിയാണ് കിടന്നോളി. അപ്പോഴാണ് മാറിക്കോളും പനിയൊക്കെ. പണ്ടത്തെ ആൾക്കാർക്ക് ഇപ്പോൾ ആശുപത്രിക്ക് വേണ്ടിയിട്ടാ. ഷെഫി ഉസ്താദ് വീണ്ടും വിളിക്കുന്നു. എൻ്റെ റബ്ബേ, ഇത് വല്ലാത്ത ശല്യമായി. ഹലോ, ഉമ്മാനെ ഞാൻ കുളിപ്പിച്ച് പോതും എടുത്തെടുത്ത് ഉമ്മാക്കിപ്പോൾ ഭക്ഷണം കൊടുത്ത് ഞാൻ ഗുളിക കൊടുക്കാൻ നിൽക്കുകയാണ്. ഹോസ്പിറ്റലിലേക്ക് നാളെ പോയാൽ മതി, ഇന്ന് കുറച്ച് കുറവുണ്ട്. ഉമ്മാൻ്റെ അടുത്ത് ഫോൺ കൊടുക്കുക. എന്തെങ്കിലും ഈ പറയണത്? ഉമ്മ അവിടെ കിടന്നോട്ടെ, റെസ്റ്റ് എടുത്തേ. ഉമ്മ അവിടെ പൊതിച്ച് മൂടി അവിടെ കിടന്നോട്ടെ. ഇനിയിപ്പോൾ ഉമ്മാനെ വിളിക്കാൻ നിൽക്കണ്ട. സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയണ്ടല്ലോ ഇങ്ങോട്ട് വിവരങ്ങളൊക്കെ. ആയിക്കോട്ടെ നാളെ കൊണ്ടുപോവാം. ആയിക്കോട്ടെ ഓക്കെ. ഇത് ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് തേങ്ങട്ടന്മാരിങ്ങനെ വിളിക്കും. ഈ സമയം അവളെ വെയിറ്റ് ചെയ്യുകയാണ് അവളുടെ കാമുകൻ. എവിടെ പെണ്ണെ നീ? ഞാനിവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കും, നീ എന്തൊന്നും വരാത്ത സ്വസ്ഥമായിട്ട്? എങ്ങനെ വരാനാ? ഓരോന്ന് പറഞ്ഞിങ്ങനെ വെള്ളം വറ്റ് ഗുളിക എന്ന് പറഞ്ഞ് നിൽക്കല്ലേ. ഉറപ്പേ സത്യം പറഞ്ഞാൽ ഒറ്റക്കാകെ നല്ലത് ഇപ്പം എനിക്ക് തോന്നുക. ഒറ്റക്കായ സ്വാതന്ത്ര്യമായി. അങ്ങനെ എത്ര ആൾക്കാർ ഒറ്റയ്ക്ക് ഇഷ്ടംപോലെ ജീവിക്കണം. എനിക്കാണെങ്കിൽ അതിനുള്ളതുമില്ല. എൻ്റെ വീട്ടിൽ ചെന്നാൽ എനിക്ക് എന്താ പറയുക, ഭയങ്കരമായിട്ട് എൻ്റെ വീട്ടിൽ ചെന്നാൽ കർശന നിയമങ്ങൾ, കാര്യങ്ങൾ. ആങ്ങൾക്കും ഉമ്മാക്കും ഉപ്പാക്കും ഫോൺ തൊടാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല, ലിസ്റ്റ് എടുക്കാൻ പറ്റില്ല, ഒന്നും. ഞാൻ മെസ്സേജ് അയക്കണം മറ്റോനിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്തൊക്കെ തന്നെ ഓലെ വിചാരം കെട്ടിച്ച് കഴിഞ്ഞാൽ ഓനെ കിട്ടൂല എന്നായിരുന്നു. എവിടെ കെട്ടിച്ചപ്പോഴും എനിക്ക് കൂടുതലായി കിട്ടുന്നുണ്ടല്ലോ നിന്നെ, അത് മതി, അത് നന്നായി. ഓരോ വിചാരം അതോടുകൂടിയാണ്ട് എൻ്റെ ബന്ധങ്ങൾ മുഴുവൻ പിഴുതിർന്ന. അതെ, ബന്ധങ്ങളൊക്കെ മനസ്സിലാണെന്നുള്ളത് പൊട്ടന്മാർക്ക് അറിയില്ല. ഇന്നെ ഓല് പഠിപ്പിക്കാൻ നിൽക്കണത്. ഇനി എങ്ങാനും ഓലെന്നെ പഠിപ്പിക്കാണ്ട് വരട്ടെ. ഞാൻ എൻ്റെ വളവേ ജയിച്ചിട്ടുള്ളൂ. എൻ്റെ ഹസ്ബൻഡിനെ ഗൾഫിലേക്ക് ഞാൻ പറഞ്ഞയച്ചു. ആവശ്യത്തിനുള്ള ഐഫോണും പൈസയും കാര്യങ്ങളൊക്കെ കൊണ്ട് വരട്ടെ. അത് ഞാൻ നല്ല ഉഷാറായിട്ട് അങ്ങോട്ട് അതുകൊണ്ട് പെരുമാറിക്കൊണ്ട് അത് എൻ്റെ പ്രിയപ്പെട്ട ചെക്കൻക്കും ഞാൻ കൊടുക്കും. അതിലാരും ഇടപെടാൻ പാടില്ല. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനിയിപ്പോൾ ആരൊക്കെ തന്നെ അതിൽ ഇടപെട്ടതായാലും എനിക്ക് അതിനുള്ള വഴിയുണ്ട്. അപ്പോൾ ഉള്ളതായിട്ടാണ് പോകേണ്ടി വരും. അല്ലാണ്ട് കാട്ടുക, അല്ല ഒന്നും കാട്ടാനില്ല. എന്തൊക്കെ തന്നെ ആയാലും എനിക്കുള്ളത് ആയി തുടങ്ങിക്കണം. എൻ്റെ ഭർത്താവ് ഞാൻ പറഞ്ഞതനുസരിച്ചുകൊണ്ട് സംഭവം അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു പോയി. എന്തൊക്കെ തന്നെ ആയാലും മൂപ്പര് ഇനി മുതൽ എന്നെ നല്ല രീതിയിൽ സ്നേഹിക്കും. കാരണം ഉമ്മയെ നല്ല രീതിയിൽ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള മെസ്സേജുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. തൽക്കാലം ഒന്നും കൂടി ഒരു വോയിസ് വിടാം. ഷെഫിക്ക, ഉമ്മക്ക് കുറേ കുറവുണ്ട് കേട്ടോ. ഇപ്പോൾ ഉമ്മനെ കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് മെഡിസിനെ കൊടുത്തിരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഉസ്താദ് വോയിസ് കേൾക്കുന്നു. മാഷാ അല്ലാ മോളെ, നീ ഉമ്മയെ നോക്കിക്കടി, നിനക്കതിനുള്ള പ്രതിഫലം പടച്ച റബ്ബ് നൽകും. നമ്മുടെ ഉമ്മയല്ലേ, എൻ്റെയും നിൻ്റെയൊക്കെ ഉമ്മയല്ലേ, നീ നോക്കിക്കോ. ഞാനവിടെ ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഉമ്മാനെ എങ്ങനെ നോക്കും. പിന്നെ മോളെ സീനത്തെ, നീ ഉണ്ടാകുമ്പോൾ എനിക്ക് സമാധാനമുണ്ട് എൻ്റെ ഉമ്മാൻ്റെ കാര്യത്തിൽ. എൻ്റെ മോൾക്ക് എന്ത് വേണമെന്ന് വെച്ചാലും ഞാൻ കൊണ്ടുവന്ന് തരും. എന്ത് ചോദിച്ചാലും നീ ഉമ്മയെ നല്ല രീതിയിൽ നോക്കിക്കോ. ഷെഫി ഉസ്താദ്
അങ്ങനെയാണ് അവൾക്ക് മറുപടി കൊടുത്തത്. അവളുടെ അഹങ്കാരം ഒന്നുകൂടി കൂടി. ഉമ്മയെ നോക്കുക എന്താന്നില്ലേ, എൻ്റെ പട്ടി നോക്കും ഉമ്മയെ എന്താന്നില്ലേ, ഞാൻ അതിനു വേണ്ടിയിട്ടാണല്ലോ ഇങ്ങോട്ട് കയറി വന്നത്. അവളുടെ അഹങ്കാരം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അവളെ കാത്തിരിക്കുന്ന അവളുടെ ആ കള്ളക്കാമുകൻ പാവം ഷെഫി ഉസ്താദ് ഇതൊന്നും അറിയുന്നേയില്ല. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ ജീവനതുല്യം സ്നേഹിക്കുകയാണ്, അവർക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കൊടുത്തുകൊണ്ട്. പക്ഷേ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഇത്രയും വലിയ ചതി ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഷെഫി ഉസ്താദ് അറിയുന്നേയില്ല. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.